ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും കൂടാതെ 2026 പുതുവർഷത്തിലാണെങ്കിൽ അവിട്ടം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. ബുദ്ധി സാമർഥ്യം കൊണ്ട് വളരെ മുന്നിൽ നിൽക്കുന്ന അവിട്ടം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായാലും ഉയർച്ച താഴ്ചകളും പ്രതിസന്ധികളും കാണുന്നവരാണ്. എന്നാൽ താൻ സ്നേഹിക്കുന്നവരിൽ നിന്ന് ആത്മബന്ധം കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് അവനവൻ്റേതായിട്ടുള്ള സുഖത്തെയും സമയത്തെയും മാറ്റിവെച്ചുകൊണ്ട് സഹായിക്കുന്നവരാണ്. എന്നാലോ ഈ നക്ഷത്രക്കാർക്ക് പ്രതികരണശേഷി കൂടുതലുള്ളതുകൊണ്ട് എന്തെങ്കിലും മനോവിഷമതകളോ ബുദ്ധിമുട്ടുകളോ ഇവർക്ക് വന്നാൽ പിന്നെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിട്ട് മാറും. ഒരു ചെറിയ മനോവിഷമം പോലും ദീർഘകാലം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഈ അവിട്ടം നക്ഷത്രക്കാർ. മകരം രാശിയിലാണെങ്കിൽ 30 നാഴികയും കുംഭം രാശിയിൽ 30 നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ അവിട്ടം നക്ഷത്രം. അതിൽ മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ 2026 പുതുവർഷം. 7.5 കൊല്ലമായിട്ട് നിലനിന്നിരുന്നതായ 7 ശനിയുടെ ദോഷം പൂർണ്ണമായിട്ടും മാറിയിട്ടുള്ളൊരു സമയമാണെങ്കിലും ജൂൺ മാസം 2-ാം തീയതി വരെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിന് 6-ാം ഭാവസ്ഥിതി അനിഷ്ടഭാവസ്ഥിതി വരുന്നതുകൊണ്ടും രാഹുവിൻ്റേതായിട്ടുള്ള 2-ാം ഭാവത്തിലെ സ്ഥിതി മൂലവും വർഷത്തിൻ്റെ ആരംഭത്തിൽ പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതി വരെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും അത്ര തന്നെ ഈശ്വരാനുഗ്രഹവും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും ശ്രദ്ധയും ദീർഘവീക്ഷണവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജൂൺ മാസം 2-ാം തീയതി വരെയുള്ള സമയത്ത്. എന്നാലോ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം ഈ സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ ബലവാനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് ശനീശ്വരൻ്റെ അനുകൂല സ്ഥിതിയും മൂലവും ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. കൂടാതെ കർമ്മസംബന്ധമായിട്ട് നോക്കുമ്പോൾ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് വർഷാരംഭത്തിൽ പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ അവിട്ടം നക്ഷത്രക്കാരിലാണെങ്കിൽ 2026 പുതുവർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. പൊതുവേ 7.5 ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റേതായ കാഠിന്യം, ശനിദോഷത്തിൻ്റേതായിട്ടുള്ള കാഠിന്യം കുറഞ്ഞ സമയമാണെങ്കിലും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം വർഷത്തിൻ്റെ ആരംഭത്തിൽ 5-ാം ഭാവത്തിലും
പിന്നീട് ഈ വ്യാഴം 6-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നത് കൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് വർഷാരംഭത്തിൽ കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും ശ്രദ്ധിക്കണം. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും മനസ്സന്തോഷവും അഭിവൃദ്ധിയും എല്ലാം ശ്രേയസ്സും കാണുന്നുണ്ടെങ്കിലും അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത്. പൊതുവെ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ടെങ്കിലും അധികാരികളുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത്. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ 2026 പുതുവർഷത്തിൽ. എന്നാലോ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ചിലവ് വർധനവിന് കൂടുതലും സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനകാര്യങ്ങളിൽ കൂടുതലും ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.